ഇന്നലെ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ് മീറ്റ് ഞങ്ങൾ വിളിച്ചത്. ഇന്നലെ കണ്ണൂർ കോർപ്പറേഷൻ്റെ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് LDF പ്രഖ്യാപിച്ചതായി നമ്മൾ കണ്ടു. പ്രതിഷേധ ധർണ എന്നാണ് അവർ എല്ലാവർക്കും അറിയിപ്പ് കൊടുത്തത്. പക്ഷെ അവർ ചെയ്തത് രാവിലെ തന്നെ DYFIയുടെ സത്യത്തിൽ ക്രിമിനലുകളായി അറിയപ്പെടുന്ന കുറേ പേര് അവിടെ ഗേറ്റ് അടച്ച് അവിടെ ലോക്ക് ചെയ്ത് അങ്ങോട്ട് വന്ന ജീവനക്കാരെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതിനുശേഷമാണ് ഇന്നലെ കോർപ്പറേഷനിൽ കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ കൗൺസിൽ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ കുറച്ച് നേരത്തെ തന്നെ മേയറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അവിടെ പോയി. അപ്പോൾ മേയറെ ഈ കൗൺസിൽ യോഗത്തിന് പോകേണ്ടതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എത്തേണ്ടതുകൊണ്ട് മേയറെ കൂട്ടാൻ വേണ്ടി വാഹനം എടുക്കാൻ വേണ്ടി പോകുന്ന ഡ്രൈവർക്ക് നേരെ ആദ്യം മർദ്ദനം. അത് കഴിഞ്ഞിട്ട് മേയറെ അവിടെ എത്തിയപ്പോൾ മേയറെ തടയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അങ്ങനെ വന്ന് ഞങ്ങളുടെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള UDFൻ്റെ കൗൺസിലർമാർ അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾ അവിടെ എല്ലാവരും ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കൗൺസിൽ യോഗം നടത്തേണ്ടത് അത് കൃത്യമായ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ കൗൺസിൽ യോഗത്തിലേക്ക് കോർപ്പറേഷൻ ഹാളിലേക്ക് കടക്കാൻ വേണ്ടി വന്ന മേയറെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിങ്ങളെല്ലാം കണ്ടതാണ്. ആ ഒരു സാഹചര്യം ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടുത്തൊന്നും ഉണ്ടാകാൻ പാടുള്ളതല്ലായിരുന്നു. കാരണം അവർ ധർണ എന്നാണ് പറഞ്ഞത്. ആ ധർണയ്ക്ക് പകരമായി അവർ ഗ്രഹവും പിക്കറ്റിങ്ങും ആ രീതിയിലുള്ള ഒരു സമരമാർഗം സ്വീകരിച്ചുകൊണ്ട് ഒരു വനിത എന്ന പരിഗണന പോലും കൊടുക്കാതെ അവിടെ നമ്മുടെ മേയറെയും അതുപോലെ തന്നെ വനിതാ കൗൺസിലറായിട്ടുള്ള ദീപേനെയും ഉൾപ്പെടെ അവർ ആക്രോശിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നിങ്ങളെല്ലാവരും കണ്ടതാണ്. എന്നിട്ട് അവരെടുത്ത നിലപാടെന്താണ്? അവരെടുത്ത കേസെന്താണ്? പോലീസ് രാവിലെ തന്നെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ 8 മണിയോടുകൂടി തന്നെ ഞാൻ കണ്ണൂരിലെ കമ്മീഷണറെ വിളിച്ചു. കമ്മീഷണറെ ഫോണിൽ കിട്ടുന്ന റേഞ്ചിലല്ല. അതിനുശേഷം മറ്റ് ഓഫീസേഴ്സിന് പോലീസ് ഓഫീസർമാരെ ഒന്നും ലൈനിൽ കിട്ടുന്നില്ല. അവരെല്ലാം മനഃപൂർവ്വമുണ്ട്. പിന്നെ CIനെ കിട്ടുമ്പോഴാണ് CIക്ക് ഈ സംഭവമായി പുതിയതായി വന്ന CI ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നീട് കമ്മീഷണറെ കിട്ടുമ്പോഴാണ് കമ്മീഷണറോട് കാര്യങ്ങൾ പറയുമ്പോൾ കമ്മീഷണർ പിന്നീട് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനകത്ത് ശക്തമായി. കാരണം ഇങ്ങനെ ഒരാൾ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മുന്നണിയോ വിചാരിച്ചാൽ അതിൻ്റെ ഈ കൗൺസിൽ മീറ്റിംഗ് ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് കമ്മീഷണറോട് കൃത്യമായി പറയുകയും ഞങ്ങൾ കയറാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അത് സത്യം. പക്ഷേ നമ്മളെ കൗൺസിലിലേക്ക് കയറുന്ന ഒരു വനിതാ മേയറെ ഈ രീതിയിലുള്ള ആളുടെ സമീപനമാണോ CPM സ്വീകരിക്കേണ്ടത് എന്നുള്ളത് അവർ ചിന്തിക്കണം. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? എന്നിട്ട് എടുത്ത കേസ് ഏതാണ്? ഒരു സ്ത്രീക്ക് മാനഹാനി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടായിട്ടും ആ രീതിയിലുള്ള ഒരു കേസെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്കതിനകത്ത് കാണാൻ സാധിച്ചത്. ഇവിടെ നിങ്ങൾ വീണ ജോർജിനെ KSUവിൻ്റെ കുട്ടികൾ നിങ്ങളെല്ലാം ഇതിപ്പോൾ ദൃശ്യമാധ്യമങ്ങളുണ്ട്, എല്ലായിടത്തും CCTVകളുണ്ട്. ആ ദൃശ്യമാധ്യമത്തിലും CCTVയിലും വന്നത് നമ്മളെല്ലാവരും വിലയിരുത്തിയതാണ്. വെറും കരിങ്കൊടി മാത്രമാണ് ഉണ്ടായത്. ഈ കരിങ്കൊടി കാണിച്ചാൽ ഒരാൾക്ക് വധിക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ തമാശയായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവിടുത്തെ വധശ്രമത്തിന് കേസെടുക്കുകയും ഇന്ന് വരെ ഇപ്പോൾ എത്ര ദിവസമായി ആ കുട്ടികൾക്ക് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല.
ആ രീതിയിൽ കേസെടുത്ത് നിരപരാധികളായ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച KSUവിൻ്റെ കുട്ടികളെ ജയിലിലടച്ച പോലീസാണ് ഇന്ന് ഈ രീതിയിലുള്ള ഒരു കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. സാധാരണ തമാശകളി പോലെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ്. അതെവിടുത്തെ സമീപനമാണ്? വീണ ജോർജിന്റെ പരിസരത്ത് പോലും പോയിട്ടില്ല എന്ന് നമ്മളെല്ലാവരും കണ്ടു. ഇത് നിങ്ങൾ ചാനലുകളിൽ വന്നിരിക്കുന്ന ദൃശ്യങ്ങളെടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ മേയറുടെ ദേഹത്ത് തള്ളുന്നത് നിങ്ങൾക്ക് കൃത്യമായി കാണാം. എന്നിട്ട് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഇതിന് അവകാശമാർഗം കൊടുത്തിരിക്കുന്നത് മേയറുടെ ഒരു വനിത, ഒരു സ്ത്രീ ആയിട്ടുള്ള മേയറുടെ മേക്ക് കൈവെക്കാനുള്ള അവകാശം ആരാണ് കൊടുത്തിരിക്കുന്നത്? ഇവർക്ക് ഇത്തരം നെറികേട് കാണിച്ചിട്ട് പോലും അവർക്കെതിരെ കേസെടുക്കാൻ പോലീസിന് തയ്യാറല്ല എന്ന് പറയുമ്പോൾ പിണറായി സർക്കാരിൻ്റെ സ്ത്രീകളോടുള്ള സമീപനം എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ജനപ്രതിനിധികളോട് സമീപനം, അല്ലെങ്കിൽ മേയർ എന്നുള്ള ജനപ്രതിനിധികളോട് സമീപനം എന്താണെന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. എന്തിനാണ് അവിടെ ധർണ നടത്തുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? എന്താണ് പ്രശ്നം? ഇവര് ഈ ധർണയ്ക്ക് ആധാരമായ അല്ലെങ്കിൽ പിക്കറ്റിങ്ങിന് ആധാരമായ കാരണം എന്താ? കടന്നപ്പള്ളി രാമചന്ദ്രൻ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെച്ചു. എന്ത് വികസന പ്രവർത്തനത്തെയാണ് തുരങ്കം വെച്ചത് എന്ന് കൃത്യമായി പറയണം. എന്തെങ്കിലും അവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ CPMന്റെ ജില്ലാ സെക്രട്ടറി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെല്ലാം അഭ്യാസമാണ് നടത്തിയത്? എന്തെല്ലാം അഴിമതി ആരോപണങ്ങളാണ് ഉന്നയിച്ചത്? കോർപ്പറേഷന്റെ വിവിധ പ്രദേശങ്ങളിൽ, സെന്ററുകളിൽ ഇത് വെച്ച് കേബിൾ CCTV പിന്നെ LED വാൾ വെച്ചിട്ട് എന്തെല്ലാം പ്രചരണമാണ് നടത്തിയത്? ഏതെല്ലാം സ്ഥലത്താണ് LED വാൾ വെച്ചത്? എന്നിട്ട് എന്തെല്ലാം ആരോപണമാണ് ഉന്നയിച്ചത്? ആ ആരോപണങ്ങളെല്ലാം എവിടെ എത്തി നിൽക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ? കേരളത്തിലെ കോർപ്പറേഷനുകളിൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു കോർപ്പറേഷന് മാത്രമാണ് തുടർ ഭരണം കിട്ടിയിരിക്കുന്നത്, അല്ലേ? അത് കണ്ണൂർ കോർപ്പറേഷനാണ്. അപ്പൊ എന്ത് അഴിമതി നടന്നിരിക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ ആരാണ് ഭരിച്ചത്? ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ CPMന്റെ ഭരണം പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. കൊല്ലം ആരാണ് ഭരിച്ചത്? 8 നിലയിൽ പൊട്ടിയില്ലേ? അപ്പോ ഈ ഒരവസ്ഥയാണ് CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ ടൗൺ സ്ക്വയറിൽ അവിടെ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്നു, മിനി ഓപ്പൺ ഓഡിറ്റോറിയം. ആ ഓപ്പൺ ഓഡിറ്റോറിയം നടത്തണമെങ്കിൽ അത് നടത്തിക്കോട്ടെ, അതിന് അതിൻ്റെതായ രീതിയിൽ പരാതി കിട്ടിയാൽ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കണ്ടേ? അവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തുമ്പോൾ കോർപ്പറേഷന് കടലാസ് കൊടുക്കണ്ടേ? ലോക്കൽ ബോഡി അവരുടെ അടുത്തുനിന്നും അതിന് പെർമിഷൻ മേടിക്കണ്ടേ? അതൊന്നുമില്ലാതെ അവിടെ പൊളിച്ചിടുകയാണ്. അവിടെ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലമാണ്. അവിടെ നമുക്കറിയാം, അവിടെ KC വേണുഗോപാൽ ടൂറിസം മന്ത്രിയായിരുന്ന സമയത്താണ് അവിടെ പിന്നെ ടൗൺ സ്ക്വയറിൽ ഈ രീതിയിലുള്ള സ്റ്റേജും കാര്യങ്ങളും എല്ലാമായി സാധാരണ ജനങ്ങൾക്ക് വന്ന് വൈകുന്നേര സമയങ്ങളിൽ അവിടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല? എത്രയോ പേരാണ് വൈകുന്നേര സമയങ്ങളിൽ അവിടെ ഉല്ലസിക്കാൻ വേണ്ടി എത്തുന്നത്. നല്ല പ്രദേശം, നല്ല കാറ്റും കാര്യങ്ങളുള്ള നല്ലൊരു പ്രദേശമാണത്. ആ പ്രദേശത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അവിടെ ഒരു ഓഡിറ്റോറിയം പണിതിട്ട് അതിന്റെ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ആ സൗന്ദര്യം ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്. അവിടെ കാർ വെച്ചിട്ടാണ്, കാർ പാർക്ക് ചെയ്തിട്ടാണ് ഈ വരുന്ന ആ ടൗൺ സ്ക്വയറിലേക്ക് വരേണ്ട ആൾക്കാർ വരുന്നത്. അവിടെ കാർ വെച്ചിട്ടാണ്, കാർ പാർക്കിങ്ങിന്റെ സ്ഥലമാണ്. അത് എന്തുദ്ദേശിച്ചതാണെന്ന് അറിയില്ല, നടത്തിക്കോട്ടെ. പക്ഷേ അതിന് കൃത്യമായ ഒരു പെർമിഷനും കാര്യങ്ങളെല്ലാം വേണ്ടേ? അതാണ് ഇപ്പോൾ പിന്നെ
എന്ത് വികസന പ്രവർത്തനമാണ് ഇവിടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ ചെയ്യുന്നത്? എന്തെല്ലാം രീതിയിൽ ഏതാണ് ഒരു എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ? ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കുറേ ഉദ്ഘാടന പരിപാടികളല്ലാതെ മറ്റ് യാതൊരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ രീതിയിലുള്ള അനാവശ്യമായുള്ള കോർപ്പറേഷനെതിരെ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ ആരോപണങ്ങളുമായി രാകേഷ് CPM ജില്ലാ സെക്രട്ടറി വന്നു. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, വീണ്ടും തുടങ്ങി. വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല, ഒരു കാര്യങ്ങളും ജനങ്ങളുടെ ഇടയിൽ പറയാനില്ല എന്നുള്ളത് കൊണ്ട് കോർപ്പറേഷനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സമീപനമായി വീണ്ടും CPM-ഉം LDF-ഉം രംഗത്ത് വന്നിരിക്കുകയാണ്. അല്ലാതെ വേറൊന്നും അവർക്ക് ജനങ്ങളോട് പറയേണ്ടതായിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളോ അവർക്ക് ജനങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ് അതിനെളുപ്പം? കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുക, അല്ലെങ്കിൽ കോർപ്പറേഷനിലെ മറ്റു കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനെ വേറൊരു രീതിയിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം രീതിയിലുള്ള ഒരു സമീപനവുമായി പോയാൽ ശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ ഞങ്ങൾക്ക് നടത്തേണ്ടതായി വരും. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. കാരണം വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് KSUവിൻ്റെ കുട്ടികൾ അനാവശ്യമായി ജയിലിലടച്ച ഒരു ഭരണകൂടമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്നുള്ളത്. അതുകൊണ്ട് അതിൽ ഭീകരമായ ഒരു സാഹചര്യമാണ് ഇന്നലെ അവിടെ ഉണ്ടായത്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വനിതാ സ്ത്രീയായിട്ടുള്ള മേയറെ ആക്രമിച്ചിട്ട് ഒരു കേസ് പോലും, ഇപ്പോൾ മേയർ അറസ്റ്റിലാണുള്ളത്. മേയർ കോർപ്പറേഷൻ കൗൺസിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേഹാസ്വസ്ഥ്യമുണ്ടായി. ആ കൗൺസിൽ മീറ്റിംഗ് നടക്കേണ്ടതുകൊണ്ടാണ് മേയർ ഹോസ്പിറ്റലിൽ പോകാതെ കൗൺസിൽ മീറ്റിംഗ് നടത്തിയ പ്രധാനപ്പെട്ട അജണ്ടകൾ ഇതിനകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി വീട്ടിൽ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. അപ്പോൾ അവർക്കെതിരെ, അവരെ ആക്രമിച്ചവർക്കെതിരെ കൃത്യമായി നടപടി എടുക്കണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി നാളെ ഞങ്ങൾ കണ്ണൂർ കോർപ്പറേഷൻ്റെ മുമ്പിൽ പ്രതിഷേധ സംഗമം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കേസ് വളരെ നിസ്സാരമായ കേസാണ് എടുത്തിരിക്കുന്നത്. പ്രതികളെ എത്രയും പെട്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ കൃത്യമായി ജയിലിലടക്കുന്ന അവർക്ക് വകുപ്പുകൾ ഇട്ടുകൊണ്ട് അവരെ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് ചേർത്തുകൊണ്ട് അവർക്കെതിരെ ശക്തമായ കേസ് എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എടുക്കുന്നില്ല എങ്കിൽ മറ്റ് സമരമാർഗങ്ങൾ ഞങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ഇതിൻ്റെ തുടക്കമെന്ന നിലയിൽ നാളെ കണ്ണൂർ കോർപ്പറേഷൻ്റെ മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രതിഷേധ കൂട്ടായ്മ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ UDF-ൻ്റെ പേരിൽ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നിങ്ങളെ ഈ അവസരത്തിൽ അറിയിക്കുക. നാളെ 10 മണി. പ്രതിഷേധക്കാരോട് തട്ടിക്കേറി അവരോട് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെയാണ് സാധാരണ കടന്നു പോകുന്നത്. നല്ല രീതിയാണ്. പ്രതിഷേധങ്ങളുണ്ടാവില്ല, മറുപടിക്കൊന്നും പോയാൽ മതിയല്ലോ. ഇന്നലെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഇന്നലെ എവിടെ ഉണ്ടായത്? ഇന്നലെ ആ സമയത്ത് ഞങ്ങളെല്ലാം അവിടെയുള്ളതാണ്. അല്ല, നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഇന്നലെ അവർ പറഞ്ഞിരിക്കുന്ന പ്രതിഷേധ ധർണ എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ഗേറ്റ് അടച്ചു പൂട്ടിയിട്ട് അവിടെ ആളുകളെ കയറ്റാതിരിക്കേണ്ട ഒരു സമയം അത് നേരത്തെ പറയണ്ടേ? സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് അങ്ങനെയല്ലേ? നമ്മൾ ഗരാവുണ്ട്, അല്ലെങ്കിൽ പിക്കറ്റിംഗ് ആണ്, അല്ലെങ്കിൽ കോർപ്പറേഷൻ വളയും. ഇതൊക്കെ സാധാരണ എല്ലാ മാർഗങ്ങളും ഉണ്ട്. ഇത് സത്യത്തിൽ ആളെ കളിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സമീപനം സ്വീകരിക്കുകയല്ലേ? അത് മേയർക്ക് കൗൺസിൽ മീറ്റിംഗ് ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് അറിയുന്ന കാര്യമല്ലേ? അവരുടെ കൂടെയും കൗൺസിലർമാരില്ലേ? അപ്പോൾ അങ്ങനെ ഒരു കൗൺസിൽ മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ കയറാൻ വിടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുക. ഇന്നലെ ഞങ്ങൾ ധൈര്യപൂർവ്വം അവിടെ കയറാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ്. എന്ത് സാഹചര്യം ഉണ്ടായാലും ഇന്നലെ കയറുമെന്ന് നമ്മൾ ഉറപ്പിച്ചതാണ്. അങ്ങനെ ആരെങ്കിലും ഒരു സമരം നടത്തിയിട്ട് ഒരു പിക്കറ്റിംഗ് നടത്തിയിട്ട് കൗൺസിൽ മീറ്റിംഗ് നടത്താൻ വിടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും? അവരൊന്നും പറഞ്ഞിട്ടില്ല.
അവരവരുടേതായ കാര്യങ്ങൾ കൃത്യമായി ഷാർപ്പായിട്ട് പറയാനുള്ളത് പറയുന്ന ഒരു മേയർ തന്നെയാണ് കണ്ണൂരിൻ്റെ മേയർ. ഇന്നലെ അവിടെ ദൃശ്യമാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. മേയർ അങ്ങനെ ആക്രമിക്കപ്പെടുന്നതായിട്ട് കണ്ടിട്ടില്ല, ദൃശ്യങ്ങളിലുമില്ല. അപ്പൊ അത് ശരിക്കും വീണ ജോർജിന് പറഞ്ഞത് കോൺഗ്രസിന്റെ വീണ ജോർജിന്റെ നിങ്ങൾ ആ ദൃശ്യമാധ്യമങ്ങളിലുള്ളത് നമ്മുടെ കൈകൾ കാണിച്ചു തരാം. നിങ്ങൾ ഒന്നും അന്ന് പേപ്പർ എടുത്ത് നോക്കിയാൽ മതി. അല്ല, നേരിട്ട് കണ്ട ഇന്ന് ഞാൻ ഡിവൈഎഫ്ഐക്കാരനാണ് പിന്നെ മേയറെ പിടിച്ചത്. ഇത് നിങ്ങൾ നോക്ക്, ഡിവൈഎഫ്ഐക്കാരനാണ് മേയറെ തള്ളുന്നത്. അല്ല, നിങ്ങൾ പറ, വീണ ജോർജ് മേയത്തെ ആരെങ്കിലും മുട്ടിയോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വീണ ഇത് നോക്ക്, ഇത് നിങ്ങൾ നോക്ക്, ഇത് ഡിവൈ ഈ പയ്യന്റെ കൈ എവിടെയാ ഇരിക്കുന്നത്? ഈ പയ്യന്റെ കൈ എവിടെയാ ഇരിക്കുന്നത്? കൊടുക്കും, കൊടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ 30 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോ ഇത് പോരാ എന്നാണ് അതിനകത്ത് ഇപ്പൊ പറയുന്നത്. ആയുധം കൊണ്ട് ആക്രമിച്ചു എന്നൊക്കെ എഫ്ഐആർ പറയുന്നുണ്ട്. മേയറെ ഏതോ ആയുധം കൊണ്ട് ആക്രമിച്ചു, കുത്തിപ്പരിക്കേൽപ്പിച്ചു, ഇതൊക്കെയാണ് എഫ്ഐആറിലുള്ളത്. അപ്പോ ശക്തമായ പോലീസ് അങ്ങനെ കേസെടുത്തില്ല എന്നെങ്ങനെയാ പറയാ? വീണ ജോർജിന്റെ ഇതേ രീതിയിലാണ് ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ചു എന്നൊക്കെയാണ് എഫ്ഐആറിൽ ഉണ്ടായിരുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഈ കേസിലെ എഫ്ഐആർ എടുത്തത്. ഈ കേസിലെ എഫ്ഐആർ പിന്നെ വകുപ്പ് എങ്ങനെ മാറാൻ പാടുള്ളൂ? ഇട്ടിരിക്കുന്ന വകുപ്പല്ലേ മനോജ വിഷയം? മന്ത്രിക്ക് ഒരു വകുപ്പും മേയർക്ക് വകുപ്പല്ലേ എഴുതി ചേർത്തുകൊണ്ട് കാര്യമില്ല. അതിന് വകുപ്പില്ലേ ഇത്ര വകുപ്പുകളെന്ന് ചിലര് എഫ്ഐആറിലുണ്ട് ആയുധം കൊണ്ട് ആക്രമിച്ചു, ഇന്നലെ കണ്ണൂരിൽ കണ്ടത് സത്യത്തിൽ ഗുണ്ടകളുടെയും പോലീസിൻ്റെയും സഹായത്തോടുകൂടി CPM നടത്തിയിട്ടുള്ള ഒരു അതിക്രമമാണ്. ഒരു ഭാഗത്ത് CPM ക്രിമിനലുകൾ മേയറെയും മറ്റ് കൗൺസിലർമാരെയും തടയാൻ ശ്രമിക്കുമ്പോൾ പോലീസ് അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. നമ്മളെല്ലാം ഇന്നലെ കണ്ടതാണല്ലോ. മേയർ വനിതയാണ് എന്നെല്ലാവർക്കും അറിയാം. പോലീസിൻ്റെ ഭാഗത്തു നിന്നും വനിതാ പോലീസുകാരെ അണിനിരത്തിയിട്ട് അവർക്ക് സംരക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഇടപെടലുകളെ തടയാനോ ഒരു ശ്രമം ഉണ്ടായില്ല എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അപ്പോൾ പോലീസും ഗുണ്ടകളും ചേർന്ന് യോഗം അലങ്കോലപ്പെടുത്താനും മേയറെയും കൗൺസിലർമാരെയും തടയാനും നടത്തിയിട്ടുള്ളൊരു ശ്രമം, അത് സത്യത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ പൊതുവിലും കണ്ണൂരിൽ പ്രത്യേകിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നെക്സസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെന്നേ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ പറഞ്ഞല്ലോ, വീണ ജോർജ് കണ്ണൂരിൽ വന്നപ്പോൾ അവർക്കെതിരായി കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിലാണ് KSUവിൻ്റെ പ്രവർത്തകന്മാരെ വധക്കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ഇതുവരെയും ജാമ്യം കൊടുക്കാതെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു. കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് കരിങ്കൊടി പ്രകടനം നടത്തിയിട്ട് അത് സംരക്ഷണം നൽകുന്ന ആളുകൾ എന്നുള്ള രൂപത്തിൽ നടത്തിയിട്ടുള്ള പേക്കൂത്തുകൾ നമ്മൾ പഴയങ്ങാടിയിലൊക്കെ കണ്ടതാണ്. ഇവിടെ വധശ്രമത്തിന് കേസെടുത്തിട്ട് KSUക്കാർ ജയിലിലടക്കും. എന്നാൽ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയുണ്ടല്ലോ, പെരിങ്ങോത്ത് വീണ ജോർജ് പോയപ്പോൾ അവിടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഷജീർ ഇക്ബാൽ കരിങ്കൊടി പ്രകടനം നടത്തി. ഒരൊറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ ഒരു പ്രതീകാത്മകമായ പ്രതിഷേധം ആണ് യൂത്ത് ലീഗ് ഉദ്ദേശിച്ചത്. എത്ര ക്രൂരമായിട്ടാണ് ഷജീറിനെ CPMൻ്റെ ഗുണ്ടകൾ പോലീസിൻ്റെ മുമ്പിൽ വളഞ്ഞിട്ട് ആക്രമിച്ചത്. ദൃശ്യങ്ങൾ നിങ്ങളുടെ കൈകളിലുണ്ടല്ലോ. എന്നിട്ട് പോലീസ് കേസെടുത്ത് വധശ്രമത്തിന്. എന്നിട്ട് ഇതുവരെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തോ? ഒരാൾ അറസ്റ്റ് ചെയ്തു. എത്ര ദിവസം കഴിഞ്ഞിട്ടാ? മാധ്യമങ്ങളടക്കം അത് പുറത്തു കൊണ്ടുവന്നപ്പോൾ ഗത്യന്തരമില്ലാതെ പോലീസിനെ ആക്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് CPMനെ പ്രീണിപ്പിക്കുന്ന ഒരു നിലപാട് പോലീസ് എടുക്കുന്നു, മറുഭാഗത്ത് അവർക്ക്
എതിരായി പ്രവർത്തിക്കുന്ന KSUവിൻ്റെയും MSFൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ നേതാക്കളെയും പ്രവർത്തകന്മാരെയും നിഷ്ഠൂരമായി മർദ്ദിച്ചിട്ടുള്ള ഘട്ടങ്ങളിൽ പോലും മതിയായ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികളിൽ നിന്ന് അവർ വിമുഖത കാണിക്കുന്നു. അപ്പം ഇത് ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങേയറ്റത്തെ പ്രതിഷേധം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ മേയറെ കാണാൻ പോയപ്പോൾ മേയറെ ഇപ്പം ഇവിടെ പറഞ്ഞത് ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു എന്നുള്ള രൂപത്തിൽ ആണ് FIR ഇട്ടു എന്നുള്ളതാണ്. സത്യത്തിൽ അവരുടെ കൈക്ക് പോറലേറ്റത് നമ്മളൊക്കെ കാണുകയുണ്ടായി. മേയർക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്ക് അവരുടെ നിയമപരമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഡ്യൂട്ടി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ട പോലീസ് അതിൽ നിന്ന് നിരുത്തരവാദിത്വപരമായി പെരുമാറി എന്നുള്ളത് സത്യമാണ്. അപ്പം അതുകൊണ്ട് CPMൻ്റെയും പോലീസിൻ്റെയും ഈ നിരുത്തരവാദിത്വപരമായിട്ടുള്ള സമീപനങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്, പ്രതിഷേധമാണ് അനിവാര്യമായിട്ടുള്ളത്. അതിൽ ജനാധിപത്യ രീതിയിൽ UDF സമരം നടത്തും. നേരത്തെ ഇവിടെ DCC പ്രസിഡന്റ് പറഞ്ഞ പോലെ പ്രതിഷേധ സമരം എന്നുള്ള നിലയിൽ നാളെ കോർപ്പറേഷൻ്റെ മുമ്പിൽ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. മതിയായിട്ടുള്ള വകുപ്പുകൾ ചേർത്തിട്ട് ഈ വിഷയത്തിൽ കേസ് എടുക്കുന്നില്ല എങ്കിൽ വളരെ രൂക്ഷമായിട്ടുള്ള തുടർ സമര പരിപാടികളിലേക്ക് UDF പോകുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് എന്താണ് പോലീസിൻ്റെ നിലപാട് എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ആ സമര പരിപാടികളിലേക്ക് പോകും. ജനങ്ങളാകെ ഇത് നോക്കിക്കാണുന്നുണ്ട്. വളരെ പരിഹാസ്യമായിട്ടുള്ള ഒരു സമരം. ഇവിടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ പദ്ധതികളെ കോർപ്പറേഷൻ അലങ്കോലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ സമരത്തിന് തുടക്കിയത്. ടൗൺ സ്ക്വയറിൽ ഓഡിറ്റോറിയം പണിതുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മേയറോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണാധികാരികളോ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അതിലെന്താ തെറ്റ്? അതിലെന്താണ് തെറ്റ്? ഇത് വെള്ളരിക്കപ്പെട്ടണമെന്നല്ലോ. സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥാപനം എന്നുള്ള നിലയിൽ തന്നെ പരിഗണിച്ചാൽ പോലും ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നടത്തുമ്പോൾ അതിന് മുൻകൂട്ടി അനുമതി വാങ്ങണ്ടേ? കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് പെർമിഷൻ എടുക്കണ്ടേ? അങ്ങനെയുള്ള പെർമിഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ പോലും കോർപ്പറേഷനിൽ നൽകാത്ത സാഹചര്യത്തിൽ പുറത്തു നിന്ന് ഒരു പരാതി ഉയർന്നു വന്നപ്പോൾ ഞങ്ങളോട് തന്നെ കണ്ണൂരിലെ പ്രമുഖരായിട്ടുള്ള പല ആളുകളും സംസാരിച്ച കാര്യം എന്താണ്? ടൗൺ സ്ക്വയർ പോലെ ജനങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ പറ്റുന്ന കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഈ ചുരുക്കി കൊണ്ടുവരികയാണ്. പോലീസ് മൈതാനത്തിൻ്റെ അവസ്ഥ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാലോ. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ടർഫ് ഉണ്ടാക്കി പഴയ കാലത്ത് ഉള്ള ഒരു ആളുകൾക്ക് കൂടിച്ചേരാനുള്ള വലിയ സംഗമങ്ങൾ നടത്താനോ പാകത്തിലുള്ള സൗകര്യം കണ്ണൂരിൽ ഇപ്പോൾ എവിടെയാണുള്ളത്? ആകെ ആശ്രയിക്കുന്ന ഒരു സ്ഥലം കലക്ട്രേറ്റ് മൈതാനം, അതുപോലെ തന്നെ ടൗൺ സ്ക്വയർ ഒക്കെയാണ്. ആ ടൗൺ സ്ക്വയറിലാണ് പുതിയ കെട്ടിടം കൊണ്ടുവരുന്നത്. വികസനത്തിനൊന്നും നമ്മൾ എതിരല്ല, പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയും സമീപനങ്ങളും ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകണം. തദ്ദേശ ഭരണ സ്ഥാപനമാകുമ്പോൾ തീർച്ചയായും അതിന് മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങണം. ആ അനുമതി വാങ്ങാതിരുന്ന സമയത്ത് മേയർ സ്റ്റോപ്പ് മെമ്മോ നൽകി. അതിൻ്റെ പേരിൽ ഇത്തരം ഒരു പ്രഹസന സമരം നടത്തിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക എന്നുള്ളൊരു സമീപനമാണ് CPM സ്വീകരിച്ചത്. അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. അതിൽ അങ്ങേയറ്റത്തെ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് മേയർക്കെതിരായി നടന്നിട്ടുള്ള അതിക്രമത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്ക് കർശനമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകണം. ഇല്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങളിലേക്ക് UDF പോകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.